ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എറണാകുളത്തിൻ്റെ സ്വന്തം അയല തിളപ്പിച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ അയല, ഇതിവിടെ നോർവീജിയൻ മാക്രൽ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കണ്ണയല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മുറിച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തിളപ്പിക്കാൻ വേണ്ടി എന്താണ് സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. സവാള എടുക്കരുതേ, ചെറിയുള്ളിയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ കുറച്ചധികം ചെറിയുള്ളി, ഇവിടെ കുറച്ച് വലുതാണ്, 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 6 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തിളപ്പിക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ സവാള യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ സാധാരണയായിട്ട് എറണാകുളത്തൊക്കെ നമ്മൾ ചെറിയുള്ളി ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞോ അല്ലെങ്കിൽ അരച്ചോ ചേർക്കാൻ പാടില്ല, ഇത് ചതച്ച് തന്നെ ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വെച്ച് കല്ലിൽ വെച്ചിട്ട് ചതയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു ചെറിയ ഇടിയൊരൽ പോലത്തെ ഒരു കല്ലുണ്ട്, അത് വെച്ചിട്ടാണ് ഞാനിത് ചതച്ചെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അരയ്ക്കുകയും അരിയുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവും. അപ്പോൾ എറണാകുളത്തെ സാധാരണ തിളപ്പിക്കണ ആ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചതച്ച് തന്നെ ചേർക്കണം. അപ്പോൾ ഈ ഇടിയോരലിട്ടിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. ഇതൊരു ജാതി ബാലൻസിങ് ആക്റ്റാണ് കേട്ടോ. കാരണം ഇതിനകത്ത് ഒരെണ്ണം ചതയ്ക്കുമ്പോൾ ഒരെണ്ണം ചാടിപ്പോവും, അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. പക്ഷെ എന്നാലും നമുക്ക് വേറെ കല്ലൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് നന്നായിട്ട് ചതഞ്ഞ് വരും. അപ്പോൾ ഇതിലാണ് ഞാൻ ചമ്മന്തിയും അതുപോലെ ഇങ്ങനെയുള്ളതൊക്കെ ചതയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചതച്ച് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മീൻ പെട്ടെന്ന് തന്നെ എങ്ങനെ കറിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അടുപ്പയിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ, എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇതെല്ലാം നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു 7 മിനിറ്റോളം അപ്രോക്സിമേറ്റ്ലി എടുക്കും. ഇതൊന്ന് നന്നായിട്ട്, ഞാൻ ഇച്ചിരി തീ കുറച്ച് വെച്ചിട്ടുണ്ട്, കാരണം തീ കൂടുതലായിരുന്നു. അപ്പോൾ ഒരുവിധം നന്നായിട്ടെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കണത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. എൻ്റെ ആ ഇട്ട പച്ചമുളകിന് നല്ല എരിവുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. വേറെ ഒരു പൊടികളും ഇതിൽ നമ്മൾ ചേർക്കണില്ല. ഇതും പച്ചമണം മാറണ വരെ നന്നായിട്ട് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. അത് നമുക്ക് ഈ സമയത്തോ അല്ലെങ്കിൽ നന്നായിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ ചതച്ചിട്ടില്ലേ, അന്നേരം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പിലയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചേർക്കാൻ വേണ്ടി പോണത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കെറ്റിലിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ 2 മീൻ മുറിച്ചെടുത്തപ്പോൾ ഒരുവിധം നല്ല എമൗണ്ട് ഓഫ് മീൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏകദേശം ഞാൻ 1.5 കപ്പോളം വെള്ളം ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കെറ്റിലിന് ഒരു അളവിൻ്റെ വരയുണ്ട് കേട്ടോ, അങ്ങനെയാണ് ഞാൻ എത്ര വെള്ളം ഉപയോഗിച്ചു എന്നെനിക്ക് അറിയാൻ പറ്റുന്ന കൃത്യമായിട്ട്. അപ്പോൾ 1.5 കപ്പാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം. പിന്നെ എറണാകുളത്തിൻ്റെ സ്വന്തം അയല തിളപ്പിച്ചാൽ സാധാരണ ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് ചൊറുക്കയാണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് പുളിക്ക് വേണ്ടി. കുടംപുളിയോ വാളംപുളിയോ ഒന്നുമല്ല ഇവിടെ. പിന്നെ നമുക്ക് ചൊറുക്കയൊന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട് ഞാൻ സാധാരണ വിനീഗറാണ് ഇതിൽ പുളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഈ മീനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് തിളച്ച് കുറുകി വറ്റി വരുന്നതിന് മുമ്പ് നന്നായിട്ട് ഇപ്പോൾ ഈ തിളച്ച മീനൊക്കെ നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പുളിയിൽ കിടന്ന് വേകണം. എന്നിട്ട് പിന്നെ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ കുടംപുളി ഇടുന്നതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമാണ് ഈ വിനീഗറിൻ്റെ പുളി. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പുളിക്കനുസരിച്ച് നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ചപ്പോൾ ഇത്തിരി ഒന്ന് കൂടുതൽ വീണിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
ദേ അടപ്പൊക്കെ വെച്ച് ഞാനിതിപ്പോൾ അടുപ്പയിലായിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ഒരുവിധം ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് പോരായ്മ ഉണ്ടായിരുന്നു കുറച്ച്. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഈ മീനിന് ഞാൻ 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടി ഇട്ടു. അത് ഒരു 10 മിനിറ്റും കൂടി അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇതിപ്പോൾ ലാസ്റ്റാണ് നമ്മൾ കറിവേപ്പിലയും 2-3 പച്ചമുളക് കീറിയതും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് അടച്ച് തീ ഓഫ് ചെയ്യാം. അതാണ് നമ്മുടെ എറണാകുളത്തിൻ്റെ സ്വന്തം അയല തിളപ്പിച്ചത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിനൂടെയൊക്കെ കഴിക്കാൻ നല്ല അപാര രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കില്ലേ. അപ്പോൾ ഇതുപോലൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണും വരെ എല്ലാവർക്കും ബൈ.